ഇന്ന് 10ാം ക്ലാസ്സിന്റെ ഒന്നാമത്തെ പാഠത്തിലെ പോയമാണ് എടുക്കാൻ പോണത്. ടൂട്ട പയ്യ. കവിതയാണ് ധർമ്മവീര് ഭാരതി. ആരെഴുതിയതാണ് കവിത? ധർമ്മവീർ ഭാരതി. ടൂട്ട പയ്യ. ടൂട്ട പയ്യ പറഞ്ഞാൽ എന്താണ്? പൊട്ടിയ ചക്രം. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത പല വസ്തുക്കൾ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും? വലിച്ചെറിയും. പക്ഷെ അത് സമയത്ത് നമുക്ക് എന്തെങ്കിലും ആ സാധനം എടുത്തു വെച്ച് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അത് ആവശ്യമായിരുന്നു എന്ന്. അപ്പൊ ഇതുപോലെ ടൂട്ട പയ്യ പറയാണ്, ഇന്നെ വലിച്ചെറിയരുതേ, ഞാൻ ഉപയോഗശൂന്യാണെങ്കിലും എന്താണ്, ഇന്നെ എടുത്തു ചില സമയത്ത് ഇന്നെ ഉപയോഗപ്പെടും എന്ന്. അപ്പൊ അത് നിന്നെ വലിച്ചെറിയരുതേ പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. അപ്പൊ ഇവിടെ കവിത ധർമ്മവീർ ഭാരതി പറയാണ്, ടൂട്ട പയ്യ बोलता है कि मैं टूटा हूं तो भी मुझे फेंको नहीं പറഞ്ഞ വലിച്ചെറിയരുത്. എനിക്ക് ഇന്നയായിട്ട് ഒരു ഉപകാരം ചിലപ്പോ നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇന്നെ എടുത്തു വെക്കൂ, വലിച്ചെറിയരുത്. ടൂട്ട പയ്യ എഴുതിയതാരാണ്? ധർമ്മവീർ ഭാരതി. मैं रथ का टूटा हुआ पहिया हूँ. ഞാൻ രഥത്തിന്റെ, മേ പറഞ്ഞ ഞാന്, ചക്രം. ഇവിടെ ശരിക്കും നമ്മള് ടൂട്ട പയ്യ ഉദ്ദേശിക്കണ മൊത്തത്തിൽ നമ്മളുടെ ആം ജനത, ലഘുമാനവനെ ഉദ്ദേശിക്കുകയല്ല. ലഘുമാനവൻ മൊത്തത്തിലൊരു സാധാരണ സമൂഹമുള്ള ജനങ്ങള്. സാധാരണ ജനങ്ങളെ നമ്മള് ഒന്നും വില വെക്കില്ല. വലിയ 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 ആൾക്കാരെയാണ് സമൂഹത്തിൽ നമ്മള് ഒരു റെസ്പെക്ട് ചെയ്യല്, ഒരു ഇത് കൊടുക്കല്. അപ്പൊ സാധാ ജനങ്ങളെ നമ്മളൊരു വില വെക്കാത്ത പോലെയാണ്. അപ്പൊ സാധാ ജനങ്ങളെ നമ്മളും ഒരു കാലത്ത് നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മൾ ഒറ്റക്കെട്ടായി സാധാരണ ജനം, ആം ജനത ഹമാരെ കാം ആയേക, നമ്മളെ ഉപയോഗത്തിൽ വരും. ഈ ഒറ്റക്കെട്ടായി നിൽക്കാൻ നമ്മൾ ഈ സാധാ ജനങ്ങൾ തന്നെ നമ്മളുടെ ഒപ്പം ഉണ്ടാവുള്ളൂ. അതും കൂടിയാണ് കവിതയില് ധർമ്മവീർ ഭാരതി പറയണത്. അപ്പൊ ഇതില് ടൂട്ട പയ്യ എന്തിനെ സൂചിപ്പിക്കുന്നു? ആം ജനത, സാധാ ജനങ്ങൾ, ലഘുമാനവ്, അവരെ സൂചിപ്പിക്കുന്നു. അപ്പൊ ലഘുമാനവില് കവി അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒരു ടൂട്ട പയ്യന്റെ സഹായത്തോടെ ആശയം കവി നമ്മളുടെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. मैं रथ का टूटा हुआ पहिया हूं लेकिन मुझे फेंको मत, क्या जाने कब इस दुरूह चक्रव्यूह में अश्रुणी सेहाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्ती आवाज को अपने ब्रह्मास्त्रों में कुचल देना चाहे. तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों में से लोहा ले सकता हूँ. मैं रथ का टूटा हुआ पहिया हूँ लेकिन मुझे फेंको मत. इतिहासों की सामूहिक गति साहस छूटी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का ആശ്രയില്ലേ. ഇവിടെ പറയണ, ഇന്നെ ഒരിക്കലും വലിച്ചെറിയരുതേ, എപ്പോഴും എന്റെ ഉപയോഗം വരിക, ചില ബുദ്ധിമുട്ടില് ഞാനോ നിങ്ങളെ സഹായിക്കുന്നത്. ലേക്കിൻ മുझे फेंको मत. ടൂട്ട പയ്യ കെഞ്ചി അപേക്ഷിക്കുകയാണ്, എന്താണ്? എന്നെ വലിച്ചെറിയും. क्या जाने എപ്പോൾ, कब इस दुरूह चक्रव्यूह में अश्रुणी स्नेहाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए. ഇതില് ചക്രവ്യൂ, അഭിമന്യു, ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ? നമ്മുടെ മഹാഭാരത് കഥയില് ഒരു കഥാപാത്രമാണ് അഭിമന്യു മഹാഭാരതത്തില്. അഭിമന്യു ആരായിരുന്നു? അർജുന്റെ മകനായിരുന്നു. അർജുന ആരായിരുന്നു? 5 പാണ്ഡവന്മാരില് ഒരാള്. അർജുന് ധനുഷ് വിദ്യ, അമ്പും വില്ലൊക്കെ ഇല്ലേ, അതിന്റെ നല്ല വിദ്യ ഉണ്ടായിരുന്നു. അർജുന്റെ ഭാര്യയുടെ പേരാണ് സുഭദ്ര. അർജുന്റെ മകനാണ് അഭിമന്യു. അഭിമന്യു എങ്ങനെയായിരുന്നു? ഭയങ്കര പരാക്രമി. അപ്പോ ഇവിടെ ചക്രവ്യൂഹ് പറഞ്ഞാല് മഹാഭാരത യുദ്ധത്തില് പാണ്ഡവരും കൗരവും തമ്മിലാണ് യുദ്ധം. അപ്പോ ഇതില് അർജുന് മാത്രമേ, ഒരു ചക്രവ്യൂഹ് പറഞ്ഞ എല്ലാത്തിലും ഭേദിച്ചു വേണം പുറത്തേക്ക് കിടക്കാൻ. ചക്രവ്യൂഹ് ഉദ്ദേശിച്ച് എല്ലാം കൗരവർ ചുറ്റി യുദ്ധം ചെയ്യാൻ വരുമ്പോ അതിൽ പെടുമ്പോ അതിന് പുറത്തിറങ്ങാനുള്ള വിദ്യയും അതിൽ കിടക്കാനുള്ള എല്ലാ യുദ്ധത്തിലെ എല്ലാ വിദ്യകളും അർജുന് അറിയായിരുന്നു. അപ്പോ അർജുന്റെ ഭാര്യ ഗർഭിണി ആയിരിക്കുമ്പോഴാണ് എന്താണ്
അഭിമന്യുവിനെ ഗർഭം ധരിച്ചിരിക്കുമ്പോഴാണ് ഈ കഥയൊക്കെ ഇങ്ങനെ ചക്രവ്യൂഹില് എന്ന് വരുന്നതും എങ്ങനെ അതിന്റെ യുദ്ധം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ആ സമയത്ത് സുഭദ്ര പകുതി കഥയുടെ ഇടയിൽ ഉറങ്ങിപ്പോയി. അപ്പൊ ഗർഭ ശിശു പറയണതാണ് നമ്മള് കുട്ടികള് ഗർഭത്തിലിരിക്കുമ്പോ തന്നെ ഈ കുറെയൊക്കെ കേട്ട് മനസ്സിലാക്കും. അങ്ങനെ അഭിമന്യു വലിയ യോദ്ധാവൊക്കെ ആയിട്ട് ഇതുപോലെ മഹാഭാരത യുദ്ധം നടക്കുകയാണ്. അപ്പൊ അതില് ചക്രവ്യൂഹിൽ പെടുമ്പോഴാണ് അവന് രഥത്തിന്റെ ചക്രം എടുത്തിട്ട് അവനെ ഭേദിക്കുകയാണ്. രക്ഷപ്പെടാനുള്ള ആയുധങ്ങളൊക്കെ അവന്റെ കയ്യിൽ നിന്ന് പോവുകയാണ്. അപ്പൊ രഥത്തിന്റെ ചക്രം എടുത്ത് അവൻ രക്ഷപ്പെടാൻ നോക്കുകയാണ്. പക്ഷെ ചക്രവ്യൂഹിന് പുറത്തിറങ്ങാൻ അവന് അറിയായിരുന്നില്ല. എന്തുകൊണ്ട്? ആ സമയത്ത് അർജുൻ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അർജുന്റെ അമ്മ ഉറങ്ങിപ്പോയി. അപ്പൊ അതുകൊണ്ട് അത് പുറത്തിറങ്ങാനുള്ള വിദ്യ അവന് അറിയാറില്ല. അങ്ങനെ അവൻ ചക്രവ്യൂഹിൽ പെട്ടിട്ട് മരണപ്പെടുകയാണ്. കൗരവര് അവനെ മരിക്കുകയാണ് അതില്. അപ്പോ ഈ ലേക്കിൻ മുझे फेंको मत क्या जाने क्या जाने कब इस ദുരൂഹത കൂടി ചക്രവ്യൂഹിൽ പെട്ട് കഴിഞ്ഞാൽ അന്ന് രക്ഷപ്പെടാൻ ചിലപ്പോ ഞാൻ ഈ പൊട്ടിയ ചക്രം തന്നെ ഉണ്ടാവുള്ളൂ. ചക്രവ്യൂഹ് ദുരൂഹത കൂടിയ ചക്രവ്യൂഹിൽ നിന്ന് പുറത്തു ചാടാനുള്ള സൂത്രം എന്ന് ചിലപ്പോ അതിന് രക്ഷപ്പെടാനുള്ള എന്താണ് ആ സമയത്ത് ഇന്റെ ഉപയോഗം വരും. अश्रोणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए. ആ സമയത്ത് ചക്രവ്യൂഹ് വേദിക്കും ഈ ചതുരമായ സേനകളുടെ വെല്ലുവിളിച്ച് ചുനോത്തി പറഞ്ഞാൽ വെല്ലുവിളിച്ച് ഈ ദുസ്സാഹസായ അഭിമന്യു അതിൽ പെട്ടുപോയാൽ अपने पक्ष को असत्य जानते हुए भी നമ്മളുടെ പക്ഷം സത്യമാണ് ശരിയല്ല എന്ന് ബഡേ ബഡേ മഹാരഥി വലിയ വലിയ യോദ്ധാക്കള് എന്ത് ചെയ്യണം? അക്കേലെ നിഹത്തി ആവാജ് കോ അപ്പനെ ബ്രഹ്മാസ്ത്രോं से कुचल देना चाहिए. നിഹത്തി ആവാജ് പറഞ്ഞാൽ ഒരു ആയുധവും ഇല്ലാതെ നമ്മളുടെ ശബ്ദങ്ങള് നമ്മളുടെ എന്താണ് ശക്തി അടിച്ചമർത്താൻ ശ്രമിച്ചാലും അപ്പോ ആ സമയത്ത് ഇന്റെ അപ്പനെ ബ്രഹ്മാസ്ത്രോं से कुचल देना चाहिए. അവരെ ബ്രഹ്മാസ്ത്രം കൊണ്ട് നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും? ആ സമയത്ത് ഇന്റെ ആവശ്യം വരും. ടൂട്ടാ പയ്യ. അപ്പൊ ഇവിടെ സാധാ ജനങ്ങളെയാണ് നമ്മള് എന്താണ് ഉദ്ദേശിക്കുന്നത് ടൂട്ടാ പയ്യായിട്ട്. അപ്പൊ വലിയ വലിയ മഹാരഥികള് സേനകള് എപ്പോഴാണ് നമ്മള് സാധാ ജനങ്ങളെ അടിച്ചമർത്താൻ നോക്കുക? ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് നമ്മളുടെ ശബ്ദങ്ങൾ നമ്മളുടെ ആവശ്യങ്ങള് ഒക്കെ ഉയർത്തി മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എന്താ പറയണേ? ഇങ്ങനത്തെ വലിയ വലിയ സേനകളും ശക്തിശാലിയായ ആയുധങ്ങളും യോദ്ധാക്കളും ഒക്കെ നമ്മുടെ പക്ഷത്ത് അസത്യമാണ് മനസ്സിലാക്കിയിട്ടും അത് ചിലപ്പോ നമ്മൾ തോറ്റു പോവാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഈ സമയത്താണ് എന്താണ് ഈ ടൂട്ടാപയ്യ ഈ സാധാ ജനം. ടൂട്ടാപയ്യന് എന്തിനായിട്ട് പ്രതീകമാണ്? ലഘു മാനവ സാധാ आम जनता के रूप में कहा गया प्रतीक है. അപ്പോ അശ്രൂണി സ്നേഹം को चुनौती देता हुआ कोई ഈ ചതുരമായ സേനകൾ ആരോട് ഉദ്ദേശിച്ച്? കൗരവന്മാര് അല്ലെ? പാണ്ഡവര് ആരായിട്ട് യുദ്ധം ചെയ്യുന്ന? കൗരവർ. അപ്പൊ അവരായിട്ട് യുദ്ധം ചെയ്യുന്ന അവർക്ക് വെല്ലുവിളിയായിട്ട് അഭിമന്യു അതിൽ ചെന്ന് കഴിഞ്ഞാല് ആ സമയത്ത് കൗരവർ അവനെ ചുറ്റി എന്ത് ചെയ്യും? അവനെ ആക്രമിച്ചു. അതിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യും? രഥത്തിന്റെ ഈ ചക്രം ഈ പൊട്ടിച്ചക്രമാണ് ആവശ്യം വന്നത്. പക്ഷെ അവര് കള്ളത്തരം കൊണ്ട് അവനെ തോൽപ്പിക്കുകയാണ് ചെയ്യണത്. ആര്? കൗരവര്. बड़े बड़े महारथी अकेले निहती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहिए. നിഹത്തി ഒരു സഹായമില്ല. അക്കേലെ ഒറ്റപ്പെട്ട് ഒരു സഹായമില്ല. നിഹത്തി പറഞ്ഞ ഒരു ആയുധവും ഇല്ലാതെ നമ്മളുടെ വെല്ലുവിളി നമ്മളെ എന്താണ് ചവിട്ടി തേക്കാനുള്ള ഇത് നമ്മളെ അടിച്ചമർത്തുക അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു നിഹത്തി പറഞ്ഞ ഒരു ആയുധവും ഇല്ലാതെ നമ്മളെ വലിയ വലിയ അസ്ത്രങ്ങൾ നമ്മളെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ആ സമയത്ത് തബ്മേ ആ സമയത്ത് ഞാൻ രഥ് കോ ടൂട്ടാ പയ്യ രഥ് കോ ടൂട്ടാ പയ്യ ഉസ്കെ ഹാത്തോ മേ ബ്രഹ്മാസ്ത്രോं से लोहा ले सकता. ആ സമയത്ത് ഇത്രയും ഒരു ആയുധവും ഇല്ലാതെ നമ്മളെ അടിച്ചമർത്താൻ ശ്രമിക്കും
വലിച്ചെറിയുമ്പോൾ ആ സമയത്ത് എന്താ, ഞാൻ ഈ പൊട്ടിയ രഥത്തിന്റെ പൊട്ടിയ ചക്രം ഈ ബ്രഹ്മാസ്ത്രത്തിന്റെ മുമ്പില് ഞാൻ നേരിടാൻ ശ്രമിക്കും. ആ ബ്രഹ്മ ലോഹ ലേജ സക്ത, ലോഹ ഞാൻ നേരിടാൻ പറ്റും. സാമ്ന കർണ, അതിനെ നേരിടാനുള്ള ശക്തി എനിക്കുണ്ട്. ആരാ പറയണ്? പയ്യ പറയാണ്. വലിയ വലിയ ആൾക്കാരുടെ ഇടയിൽ നമ്മൾ സാധാരണ ജനങ്ങളെ അടിച്ചമർത്തുമ്പോൾ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി വരും. സാധാ ജനങ്ങൾ ഒരു വിലയും കൽപ്പിക്കാത്തവര് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാല് നമുക്ക് ഈ വലിയ വലിയ വെല്ലുവിളികളും ഈ സമൂഹത്തിലുള്ള വലിയ വലിയ മഹാരഥികള് അവരെ നമുക്ക് നേരിടാൻ സഹായിക്കും. സാധാ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് അവരെ വലിയ വലിയ ആൾക്കാരെ ആധിപത്യം, അവരുടെ സാമ്രാജ്യം നമുക്ക് അടിച്ചമർത്താൻ പറ്റും. അപ്പൊ അതാണ് ഇവിടെ പറയണത്. ഉസ്കെ ഹാത്തോ മേ ബ്രഹ്മാസ്ത്രോं से लोहा ले सकता है, मैं रथ का टूटा हुआ पहिया हूं. അഭിമാനത്തോടെ പറയും, ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാണെങ്കിലും എന്തോ എനിക്ക് നിങ്ങൾക്ക് എപ്പോ ആവശ്യം വന്നാലും ചിലപ്പോ അതിന്റെ ഒരു ഉപകാരം വരും. യുദ്ധത്തിലോ എങ്ങനെയാ അഭിമന്യു ചക്രവിൽ പെട്ടപ്പോൾ എങ്ങനെയാണ് അവൻ ആ പൊട്ടിയ ചക്രം, രഥത്തിന്റെ ചക്രം എടുത്തിട്ടാണ് അവൻ ഭേദിച്ചത്. കുറെയൊക്കെ അവനും രക്ഷപ്പെടാനുള്ള എങ്ങനെയാണ് ആയുധമില്ലാതെ ഒരാളെ അടിച്ചമർത്തുമ്പോൾ ആ സമയത്ത് നമുക്ക് ആയുധമായി മാറും ആര്? പയ്യ. मैं रथ का टूटा हुआ पहिया हूं, लेकिन मुझे फेंको मत. എന്താ പറയുക? എന്നെ വലിച്ചെറിയരുതേ. इतिहासों की सामूहिक गति, साहस चोटी पड़ जाने पर क्या जाने, सच्चाई टूटे हुए पहियों का आश्रय ले. എന്താ പറയുന്നത്? എന്നെ വലിച്ചെറിയത്. ഇതിഹാസവും की सामूहिक गति, ഇതിഹാസം ഹിസ്റ്ററി, ചരിത്രം. ഇങ്ങനെ അവര് ഓരോ കാലഘട്ടം കഴിയുമ്പോൾ, ഗതി പറഞ്ഞാൽ ഓരോ ഇതിഹാസം പറയുന്നത് എന്താണ്? ഹിസ്റ്ററി അല്ലെ? അപ്പൊ നമ്മൾ പുരാതനമായി ഇങ്ങനെ ഓരോ സമയം മാറുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ എന്തായി മാറും? ഹിസ്റ്ററി ആയി മാറി. ഇതിഹാസ്. സാഹസ് झूठी पड़ जाने पर, സാഹസ് എന്താണ്? साहसा झूठी पड़ जाने पर क्या जाने, सच्चाई टूटे हुए पहियों का. ഇപ്പൊ നമ്മള് ചെയ്യണത് അസത്യത്തിന്റെ മാർഗത്തിലാണ് നടക്കണം. നുണയായി പോയി. സാഹസ് झूठी पड़ जाने पर, ഏത് സമയത്താ? കെ ജാനെ, എപ്പോഴാണ് സത്യം, ഈ സത്യത്തിന്റെ മാർഗം എപ്പോഴാണ് ഈ ടൂട്ടാ പയ്യയുടെ ആശ്രയം എടുക്കുന്നത്? സത്യം എവിടെ ഇരിക്കുന്നു അവിടെ എന്റെ ആവശ്യം വരും. അവരെയാണ് അടിച്ചമർത്താൻ നോക്കുക. ആ സമയത്ത് ടൂട്ടാ പയ്യ ആരാണ്? ലഘുമാനവ്, ആം ജനത, അവരെ ആശ്രയം വരും. അപ്പോ പറയാൻ ലേക്കിൻ മുझे फेंको मत, ഇതിഹാസവും की सामूहिक गति, എല്ലാ സമയം ഒരുപോലെയല്ല. കാലചക്രം സമയം പോയിക്കൊണ്ടിരിക്കും. അപ്പോ എപ്പോഴാണ് ഈ സാഹസം ചെയ്തത്? ഇവര് ബ്രഹ്മാസ്ത്രം കൊണ്ടൊക്കെ നമ്മളെ അടിച്ചമർത്തി. അത് എപ്പോഴാണ് നുണയാവുക? ആ സമയത്ത് സത്യം പുറത്തു വരും. സത്യം പുറത്തു വരും. ആ സമയത്ത് എനിക്ക് എന്റെ ആവശ്യം വരും. ആരാവശ്യം? ടൂട്ടാ പയ്യ. അപ്പൊ സത്യത്തിന്റെ മാറിൽ നമ്മൾ ഒത്തൊരുമയുടെ ലഘുമാനവ്, കവി कहते हैं ലഘുമാനവ് സച്ചായി കാ പ്രതീക് ഹെ, സത്യത്തിന്റെ പ്രതീകമാണ്. എത്ര വലിയ അസ്ത്രങ്ങളും ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മൾ ഒത്തൊരുമയുടെ നിന്നാലേ നമുക്ക് എന്തും സത്യത്തിന്റെ മാർഗത്തില് കാര്യങ്ങൾ നമുക്ക് നേരിടാൻ പറ്റുള്ളൂ. അതാണ് ധർമ്മവീര് ഭാരതി പറയണത്. मैं रथ का टूटा हुआ पहिया हूं, लेकिन मुझे फेंको मत. फेंको പറഞ്ഞ വലിച്ചെറിയുക. क्या जाने कब इस दुरूह चक्रव्यूह में अश्रोही सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेले निहत्ती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहिए. रथ का टूटा हुआ पहिया, उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता है. मैं रथ का टूटा हुआ पहिया हूं, लेकिन मुझे फेंको मत. इतिहासों की सामूहिक गति, सहसा झूठी पड़ जाने पर क्या जाने, सच्चाई टूटे हुए पहियों का ആശ്രയ ലേ. അപ്പൊ ഇവിടെ ടൂട്ട പറഞ്ഞ പൊട്ടിയ ചക്ര, രഥ പറഞ്ഞ രഥം, ഫാങ്കോ പറഞ്ഞ വലിച്ചെറിയരുത്. പിന്നെ എന്താണ്? ദുരൂഹ് പറഞ്ഞാൽ എന്താണ്?
ആ ചക്രവ്യൂഹം ഒരു സീക്രട്ട് ആയിരുന്നോ, എന്താണ് അതിൽ കേറാന്ന് അറിയാം, പക്ഷെ പുറത്തിറങ്ങാന് അഭിമന്യുക്ക് അറിഞ്ഞിരുന്നില്ല. അപ്പൊ अश्रोहिणी स्नेहाओं को चुनौती देता हो. ചതുരംഗി ചതുർ പറഞ്ഞ ക്ലവർ അല്ലെ, ക്ലവർ ആയിട്ടുള്ള സേനകള് ആരായിരുന്നു? കൗരവര്. അവർക്ക് വെല്ലുവിളിയായിട്ട് പോയി ദുസ്സാഹസിയായ എന്താണ് അഭിമന്യു എന്ത് ചെയ്തു? അതില് പെട്ടുപോയി. കേറാനറിയാം, പക്ഷെ അവന് പുറത്തിറങ്ങാനുള്ള വിദ്യ അവന് അറിഞ്ഞിരുന്നില്ല. ആ സമയത്ത് അപ്പനെ പക്ഷ അസത്യന്റെ പക്ഷെ അസത്യമാണെന്ന് ബഡേ മഹാരഥി കൗരവരില് ബഡേ മഹാരഥികൾക്ക് അറിയാം ഞങ്ങൾ അസത്യ മാർഗത്തിലാണ് വിജയം നേടുന്നത്. ആ സമയത്ത് ഒറ്റപ്പെട്ട് എന്താണ് അക്കേലി നിഹത്തി അവാജ്കു, ഒറ്റ ഒരു ആയുധവും ഇല്ലാതെ ബ്രഹ്മസ്ത്രത്തിനെ എന്ത് ചെയ്യണു? അടിച്ചമർത്തണം. കുച്ചൽ ദീന ചാഹിയ. ആ സമയത്ത് എന്റെ കയ്യില് എന്തെന്ന്? ടൂട്ട പയ്യ. ആ ടൂട്ട പയ്യ കൊണ്ട് ഞാൻ ഇവരൊക്കെ നേരിടാൻ പോവാണ്. ലോഹാലേ സത്തായ പറഞ്ഞ എന്താണ്? സാമ്ന കർണ പറഞ്ഞ അവരെ നേരിടുക. അപ്പോ എന്താണ് ഇനി വലിച്ചെറിയതില് ഇതിഹാസത്തില് കാലചക്രത്തില് എപ്പോഴാണ് നമ്മള് എന്താണ് എന്താണ് നോണാന്ന് കാലചക്രം നമ്മളെ തെളിയിച്ചു തരും. ആ സമയത്ത് സത്യത്തിന് മാർഗത്തിൽ ടൂട്ടാപ്പയ്യന്റെ ആശ്രയം എടുക്കേണ്ടി വരും. സത്യം നേടണമെങ്കിൽ ആം ജനത ലഘുമാനത്തെ ആശ്രയം വേണ്ടി വരും. സാധാ ജനങ്ങളുടെ ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് ഈ എന്താണ് വലിയ വലിയ ശക്തികളെ നമുക്ക് ഇല്ലാതെ ആക്കാൻ പറ്റും. അതാണ് ധർമ്മവീര ഭാരതി കവി നമ്മളോട് പറഞ്ഞു തരണത്. അതുപോലെ ഇതിൽ കാണാം ധർമ്മവീർ ഭാരതിയുടെ ജീവചരിത്രം. धर्मवीर भारती, उनका जन्म 25 दिसंबर 1926 ഇലഹാബാദിലാണ് ജനിച്ചത്. നിധൻ പറഞ്ഞ മരണപ്പെട്ടത് 4 സിതംബർ 1997. ജന്മ പറഞ്ഞ ജനിച്ചത്, നിധൻ പറഞ്ഞ മരിച്ചത്. आधुनिक हिंदी साहित्य के प्रमुख लेखक, कवि, नाटककार और सामाजिक विचारक. ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖായ ലേഖകവും കവി നാട്ടക്കാരും ഒക്കെ ആയിരുന്ന സാമാജിക് വിചാരക് എല്ലാം ചിന്തകൻ ആയിരുന്നു. പ്രമുഖ കൃതിയ ഏതൊക്കെയാണ്? ഉർദോ കാ ഗാവ്, സ്വർഗ് ഓർ ഫേമസ് ആയുള്ള വർക്ക്സ് കൃതികൾ എന്തൊക്കെയാണ്? ഉർദോ കാ ഗാവ്, സ്വർഗ് ഓർ പൃഥ്വി, ചാന്ദ് ഓർ ടൂटे हुए लोग. ഒരു കഹാനി സ്റ്റോറിയുടെ കളക്ഷൻസ് ആണ്. കഹാനി സംഗ്രഹം പറഞ്ഞ സ്റ്റോറി കളക്ഷൻസ്. ठंडा लोहा, अनुप्रिया അത് കാവ്യം. ഗുനാഹോ കാ ദേവത, സൂരജ് കാ സാത്വാ घोड़ा उपन्यास. अंधायुग काव्य नाटक. पुरस्कारों എന്തൊക്കെ പുരസ്കാരം? പത്മശ്രീ, സംഗീത് നാടക അക്കാദമി, ഭാരത് ഭാരതി വ്യാസ സമ്മാൻ. ഇതാണ് അരുൺ ഇതില് ടൂട്ടാപ്പയ്യ. ടൂട്ടാപ്പയ്യ കവിതയില് പറയണത് എന്താണ്? അതിലെ कविता के प्रतीकों को चुनकर खंबे में लिखे वर्तमान परिवेश में प्रतीक किसका प्रतिनिधित्व करता होगा वह भी लिखे. ഓരോ പ്രതീകമുണ്ട്. നമ്മൾ കുറെ സാധനം അവിടെ കണ്ടു. ഫസ്റ്റ് വൺ എന്താണ്? പേരെന്നെ കവിതയുടെ പേരെന്താണ്? ടൂട്ട പയ്യ. ടൂട്ട പയ്യ എന്തിനാണ് കാണിക്കണത്? ടൂട്ട പയ്യ ടൂട്ട പയ്യ എന്തിനാ കാണിക്കണത്? ടൂട്ട പയ്യ ലഘുമാനവ് എഴുതിട്ടാ? ലഘുമാനവ്. ടൂട്ട പയ്യ ലഘുമാനവ്.
അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എന്താണ്, പിന്നെ ആരെ കാണിക്കണം അതില്? അഭിമന്യുവിനെ പറയുന്നു അല്ലെ, ചക്രവ്യൂ പറയണില്ലേ? ചക്രവ്യൂ എന്താണ്? ചക്രവ്യൂ ഓരോ വരിയിൽ വെച്ച് എഴുതാട്ടോ. ചക്രവ്യൂ എന്തിനെ സൂചിപ്പിക്കുന്നു? ക്രൂരമായ സമാജ് അല്ലെ, എങ്ങനെയെങ്കിലും അവര് എന്താണ് കൊല്ലാണ് ചക്രവ്യൂല് പെട്ടിട്ട്. അപ്പോ ഗന്ധ സമാജ് പറഞ്ഞ സൊസൈറ്റി അല്ലെ, സമൂഹം. ചക്രവ്യൂവിനെ എന്തെങ്കിലും കള്ളത്തരം അതില് പെടുത്താൻ ശ്രമിക്കുന്നു. ചക്രവ്യൂ പറയണ ഗന്ധ സമാജ്, ചീത്തതായ സൊസൈറ്റി. അടുത്തത് എന്താണ്? അഭിമന്യു അല്ലെ, അഭിമന്യു ഉണ്ട്. അഭിമന്യു ഏതാ വരിക? അല്ലെ, സാഹസി, ധീരപുരുഷനായിരുന്നു. സാഹസമുള്ളത്. സാഹസിന്റെ പ്രതീകമാണ് സാഹസി. അടുത്തത് പിന്നെന്താണ്? അശ്രോഹിണി സ്നേഹ, അശ്രോഹിണി സേന പറയുന്നത് എന്താണ്? നല്ല ചതുരമായ അല്ലെ, അശ്രോഹിണി സേന. സ്പെല്ലിങ് കറക്റ്റ് നോക്കി എഴുതാട്ടോ, ബുക്കിലുണ്ട്. എന്താണ് അശ്രോഹിണി സേന പറഞ്ഞാല്? ചീത്ത സ്വഭാവം. എന്താണ്? ക്രൂരമായ വ്യവഹാർ, ക്രൂര വ്യവഹാർ करने वाले. ക്രൂര വ്യവഹാർ, ക്രൂര വ്യവഹാർ, ക്രൂരമായ വ്യവഹാർ. ചതുരംഗി പറയണ അശ്രോണി സ്നേഹ പറഞ്ഞാല് ക്ലെവർ ആയിട്ടുള്ള, അവര് കള്ളത്തരം കൊണ്ട് വിജയം നേടണം. ആ സത്യത്തിന്റെ മാർഗം കൂടെ പോയിട്ട് വിജയം കണ്ടെത്തുന്നവരാണ് അശ്രോണി സേന ട്ടോ. ചതുരംഗിയായ സേനകള് അവര് കള്ളത്തരം കൊണ്ടാണ് വിജയം നേടുന്നത്. അവർക്കറിയാം അവര് സത്യം, പക്ഷെ വിജയം നേടണമെങ്കിൽ ഏത് വളഞ്ഞ വഴിയും അവര് സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അടുത്തത് എന്താണ്? ബ്രഹ്മാസ്ത്ര. ബ്രഹ്മാസ്ത്ര എന്താണ്? ധനം, ഇതിനൊക്കെ സൂചിപ്പിക്കാനാണ്. ധനമുള്ളവരടുത്തല്ലേ അസ്ത്രങ്ങൾ, വലിയ വലിയ അസ്ത്രങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ശസ്ത്രം എന്ന ആയുധങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പൊ ബ്രഹ്മാസ്ത്രം എന്തിനെ സൂചിപ്പിക്കുന്നു? ധനത്തിന്, ശാസ്ത്രം, പിന്നെ അങ്ങനത്തെ അസത്യത്തിന്റെ മാർഗത്തിനൊക്കെ സൂചിപ്പിക്കുന്നതാണ് ബ്രഹ്മാസ്ത്രം. അപ്പൊ ഇതില് പ്രതീകം എന്തൊക്കെയാണ്? കിസ്ക പ്രതിനിധി കർത്ത പ്രതീകം എന്തൊക്കെയാണ്? ടൂട്ടാ പയ്യ, ലഘു മാനവന്, അഭിമന്യു എന്തിനാണ്? സാഹസി, ചക്രവ്യൂ, ക്രൂര് ഗന്ധ സമാജ് അല്ല, ക്രൂരമായ സമാജ്. അശ്രോഹിണി സേന പറഞ്ഞ ക്രൂര വ്യവഹാർ ചെയ്യുന്ന ആൾക്കാര്, സേനകളെ. ബ്രഹ്മാസ്ത്ര പറഞ്ഞ ധനം, അസ്ത്രവും അതിനൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഏത്? ബ്രഹ്മാസ്ത്ര. ഇതാണ് പ്രതീകം. നമ്മള് സാധാ ജനങ്ങളെ സമൂഹത്തില് ആവശ്യമില്ലാത്തൊരു ധാരണ വരും. പക്ഷെ നമ്മള് എല്ലാരും ഒരാവശ്യം വരുമ്പോ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ നമ്മളുടെ ആവശ്യം ഒരു വലിയ ശക്തിയായി മാറും. അതിനെയാണ് ടൂട്ടാ പയ്യായിട്ട് സങ്കല്പിച്ചിട്ട് ഒരു പാഴ്വസ്തുവായിട്ട് എന്നെ കാണരുത്. ഞാന് നിങ്ങളുടെ ബുദ്ധിമുട്ടില് ചിലപ്പോ എന്റെ ആവശ്യം വരും. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഞാനാണ് കാണിച്ചു തരിക. അപ്പൊ അപേക്ഷിക്കുകയാണ് സാധാ ജനങ്ങള്, ഞങ്ങള്
ഒരു ഉപയോഗശൂന്യ അല്ല. നമ്മളുടെ ആവശ്യം എപ്പോഴാണ് വരിക? നമ്മളെല്ലാരും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോ ഈ വലിയ വലിയ അസ്ത്രങ്ങളും വലിയ വലിയ ഭരണാധികാരികളെ നമുക്ക് അടിച്ചമർത്താൻ പറ്റും. അപ്പൊ അതാണ് ഇവിടെ കവി നമ്മളുടെ ഈ പദ്യത്തിൽ കൂടെ ടൂട്ടാ പയ്യ കൂടെ പറയണം. അപ്പൊ ടൂട്ടാ പയ്യ കവിത पर टिप्पणी लिखे. टिप्पणी പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഒരു അഭിപ്രായം, ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് ഈ കവിത എന്താണ് പറയണം. അപ്പൊ നമ്മള് എല്ലായ്പ്പോഴും സത്യത്തിന്റെ മാർഗ്ഗത്തിൽ കൂടെ പോവാവൂ. അസത്യം ഒരിക്കലും പറയരുതേ. അസത്യത്തിന്റെ മാർഗത്തിൽ പോവുകയും ചെയ്യരുതേ. നമ്മള് കള്ളത്തരത്തോടെ വിജയം എന്താണ് प्राप्त नहीं करना चाहिए. हमेशा सत्य के मार्ग में ही जाना चाहिए. तो टूटा पहिया किस विधा की रचना है? ഏത് ടൈപ്പാണ്, കഥയാണോ എന്താണെന്ന്? टूटा पहिया किस विधा की रचना है? यह एक कविता है. ये कविता किसने लिखी है എന്ന് പറഞ്ഞേ? ആരെഴുതിയതാണത്? ധർമ്മവീർ ഭാരതി. അപ്പൊ എല്ലാ കവിയും കഥയും നമ്മൾ ഈ ബുക്കിൽ ഉള്ളതൊക്കെ എല്ലാരെയും പോയറ്റിന്റെയും റൈറ്ററിന്റെയും ഒക്കെ പേര് പഠിച്ചിരിക്കണം. അപ്പൊ टूटा पहिया किसने लिखा है? धर्मवीर भारती. ये कविता किसका प्रतीक है? കവിത എന്തിന്റെ പ്രതീകമാണ്? ലഘു മാനവ. എന്തിന്റെ പ്രതീകമാണ്? ലഘു മാനവ. ഇതെന്ത്? ടൂട്ടാ പയ്യ എന്തിന്റെ പ്രതീകമാണ്? എന്തിന്റെ? ലഘു മാനവ. അപ്പൊ ഇത് പഠിക്കണം. ഈ കവി പറയണ ധർമ്മവീർ ഭാരതി എന്താ പറയുക? टूटा पहिया लघु मानव का प्रतीक है. बड़े बड़े महारथी में विशेषण शब्द कौन सा है? बड़े बड़े महारथी. ഏതാണ്? बड़े बड़े महारथी. बड़े बड़े महारथी में बड़े बड़े महारथी में विशेषण कौन सा है? ഏതാണ് വിശേഷൻ പറയണത്? വിശേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വിശേഷിപ്പിക്കണത് അല്ലേ? ഏതാണ് ബഡേ ബഡേ മഹാരഥി പറയണത്? ബഡേ ബഡേ മഹാരഥി പറയണ ഇതിലെ വിശേഷൻ ശബ്ദ് കോൺസ, വിശേഷിപ്പിക്കുന്നത് ഏതാണ്? ബഡേ ബഡേ. എങ്ങനത്തെ മഹാരഥികളാണ്? വലിയ വലിയ മഹാരഥികൾ. നമ്മൾ സാധാ നമ്മുടെ സമൂഹത്തിലുള്ള വലിയ വലിയ ആൾക്കാരെയാണ് ഈ ബഡേ ബഡേ മഹാരഥി എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പൊ വലിയ വലിയ മഹാരഥികള് നമ്മളെ സാധാ ജനങ്ങളെ, ലഘു മാനവനെ കുച്ചൽ ദേന ചാഹത്തെ ഹെ. കുച്ചൽ ദേന അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. അപ്പൊ ബഡേ ബഡേ മഹാരഥി ലഘു മാനവ്കോ കുച്ചൽ ദേന ചാഹത്തെ. അപ്പൊ അവിടെ നമ്മള് ഈ സാധാ ജനങ്ങളെ ഒറ്റക്കെട്ടായി നിന്നാൽ ഈ വലിയ വലിയ മഹാരഥികളെ നമ്മള് അടിച്ചമർത്താൻ പറ്റും. അതിന് വിശേഷ ശബ്ദം എന്താണ്? മഹാരഥി. സോറി, മഹാരഥി അല്ല, ബഡേ ബഡേ. ഏതാണ് വിശേഷന് ബഡേ ബഡേ മഹാരഥിയില്? ബഡേ ബഡേ മഹാരഥിയില് വിശേഷന് എന്താണ്? ബഡേ ബഡേ. ഇതാണ് ബഡേ ബഡേ. പിന്നെ അസത്യം, അതിന്റെ ഇതൊരു വിപരീതം. ഏതിന്റെ വിപരീതമാണ്? അസത്യ. സത്യ. ഇതിന്റെ സത്യന്റെ വിപരീതം. വിപരീതത്തിന്റെ ചിഹ്നം എങ്ങനെ? ഓപ്പോസിറ്റ് വേർഡ്. സത്യത്തിന്റെ വിപരീതം എന്താണ്? അസത്യ. പിന്നെ कौन बड़े बड़े महारथी अकेले निहत्थी आवाज को अपने ब्रह्मास्त्रों से कुचल देना
चाहे। तब मैं तब मैं तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मस्त्रों से लोहा ले सकता हूँ. എന്താ ലോഹ ലേന പറഞ്ഞാല്? ലോഹ ലേന, ലോഹ ലേ സക്താ ഹൂ. എന്താണ് ഇതിന്റെ അർത്ഥം? ലോഹ ലേന സമാന പദം ഏതാണ്? ലോഹ ലേ സക്താ ഹൂ. പരിശ്രമിക്കുക, നോക്കി, മറ്റുള്ള കണ്ട് നോക്കി ചെയ്യുക, കോപ്പി അടിക്കുക എന്നൊക്കെ പറയില്ലേ? ഇതിൽ ബ്രഹ്മസ്ത്ര എന്താണ്? സാമ്ന കർണ. എന്താണ് ഇതിന്റെ ലോഹ ലേ സക്താ ഹൂ പറഞ്ഞ? സാമ്ന, സാമ്ന കർണ. എന്താണ്? ലോഹ ലേ സക്താ ഹൂ, സാമ്ന കർണ. ഈ മീനിങ് വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കും. അപ്പോ ലോഹ ലേനയുടെ അർത്ഥം എന്താണ്? സാമ്ന കർണ. അക്കേലി നിഹത്തി ആവാജ് കിസ്കി സൂചന കർത്താ ഹെ? ഇവിടെ അക്കേലി നിഹത്തി ആവാജ് ഏതാണ്? അക്കേലി നിഹത്തി ആവാജ് കോ എന്തിനെ സൂചിപ്പിക്കുന്നു? ആരെ? ഒരു ആയുധവും ഇല്ലാതെ ഒറ്റപ്പെട്ടിട്ട് ചക്രവ്യൂഹത്തിൽ പെടുന്നത് അഭിമന്യു. ആരാണ്? അഭിമന്യു അല്ലേ? അഭിമന്യു ആണ് ഇതില് പെടുന്നത്. ആരാ പെടുന്നത് ചക്രവ്യൂഹില്? അഭിമന്യു. അപ്പോ നിഹത്തി ഹവാജ് ഒറ്റപ്പെട്ട് ചക്രവ്യൂഹിൽ പെടുകയാണ്. പക്ഷെ അവന് പുറത്തിറങ്ങാൻ അറിയില്ലായിരുന്നു. അതിന്റെ വിദ്യ അവൻ നേരിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അക്കേലി നിഹത്തി ഹവാജ് പറ ഇവിടെ അഭിമന്യു ആണ് എന്നെ സൂചിപ്പിക്കുന്നത്. അഭിമന്യു കിസ്ക പ്രതീക് ഹെ? അഭിമന്യു എന്തിന്റെ പ്രതീകമാണ്? സാഹസം ഇല്ലേ? സാഹസവും പിന്നെ സത്യത്തിന്റെ. അഭിമന്യു എന്തിന്റെ പ്രതീകമാണ്? സച്ചായി. എന്തിന്റെ പ്രതീകമാണ്? സത്യത്തിന്റെ. സച്ചായി. സാഹസി, സാഹസി പറഞ്ഞ വീരപുരുഷനായിട്ടുള്ള അതിന്റെ കൂടി പ്രതീകമാണ് സാഹസി. സച്ചായി പിന്നെ ഏതാണ്? സാഹസി. സാഹസി, സച്ചായി. അഭിമന്യു എന്തിന്റെ പ്രതീകമാണ്? സാഹസി, സത്യത്തിന്റെ മാർഗത്തില് നടക്കണ, സമൂഹത്തില് കാര്യങ്ങളൊക്കെ നേരായി വഴിക്ക് നടക്കണതിന്റെ പ്രതീകമാണ് അഭിമന്യു. മഹാരഥി കിസ്ക പ്രതീക? മഹാരഥികൾ, വലിയ വലിയ സമൂഹത്തിലുള്ള മഹാരഥികളുടെ എന്തിന്റെ പ്രതീകമാണ്? ആ സത്യത്തിന്റെ അല്ലെങ്കിൽ എന്തിന്റെ പ്രതീകമാണ്? അധർമ്മം. എന്തിന്റെ പ്രതീകമാണ്? അധർമ്മം. ധർമ്മ, അധർമ്മം. അപ്പൊ ധർമ്മ ഇതിന്റെ വിപരീതം എന്താണ്? ധർമ്മിന്റെ വിപരീതമാണ് അധർമ്മം. ധർമ്മ പറഞ്ഞ ധർമ്മത്തിന്റെ മാർഗത്തിൽ കൂടെ പോകണം. അധർമ്മത്തിന്റെ മാർഗത്തിൽ പോണവര് ആരാണ്? മഹാരഥികൾ. ധർമ്മത്തിന്റെ മാർഗപ്പോ ആരാണ്? അഭിമന്യു. പിന്നെ ചക്രവ്യൂഹം എന്തിന്റെ പ്രതീകമാണ്? ചക്രവ്യൂഹം, ചക്രവ്യൂഹം എന്തിന്റെ പ്രതീകമാണ്? ചക്രവ്യൂഹം എന്തിന്റെ പ്രതീകം? കഠിനാജ്ഞോ, ബുദ്ധിമുട്ടുകൾ. ചക്രവ്യൂഹം പെടുക പറഞ്ഞാല് നമ്മള് ചുഴിയില് പെട്ട പോലെയാണ്. അപ്പൊ അതുപോലെ അത് ബുദ്ധിമുട്ടിനെ സൂചിപ്പിക്കണാണ്. അപ്പൊ ചുഴിയില് ചുറ്റും നമ്മളുടെ ശത്രുക്കൾ നമ്മള് ചുറ്റോളം ആക്രമിക്കണ, അതാണ് നമ്മൾ ചുഴിയിൽ പെട്ട പോലെ. അതാണ് ചക്രവ്യൂഹം. അതിനെന്തിനെ സൂചിപ്പിക്കുന്നു? കഠിനാജ്ഞ. എന്തിനെ സൂചിപ്പിക്കുന്നു? കഠിനാജ്ഞ, ബുദ്ധിമുട്ടുകള്. അതില് ഇങ്ങനത്തെ പ്രതീകങ്ങൾ ഉണ്ട്, അത് ശരിക്ക് പഠിക്കണം. നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ട് ചോദിക്കും. അതുപോലെ അശ്രോഹിണി സേന. അശ്രോഹിണി സേന കിസ്ക പ്രതിനിധിത്വ കർത്താ ഹെ? പ്രതിനിധിക്കുന്നു? ഇതിനാണ് മുമ്പ് ക്രൂര വ്യവഹാരം. ഇവിടെ അശ്രോഹിണി സേന സ്നേഹേന
അപ്പോ ഏതിന്? ക്രൂര് വ്യവഹാർ കർനെ വാലെ. ക്രൂര് വ്യവഹാർ करने वाले. ക്രൂർ വ്യവഹാർ കർണേല. സേനാവ് എന്തിനെ സൂചിപ്പിക്കുന്നു? ക്രൂർ ചതുരമായുള്ള സേനകൾ അവര് വിജയം നേടാനുള്ള എളുപ്പവഴികളല്ല കള്ളത്തരത്തോടെ അവര് വിജയം നേരിടാനുള്ള ശ്രമം. എങ്ങനെയാണ് അഭിമന്യു ചക്രവർത്തിപ്പെടുത്തിയിട്ട് അവനെ കൊലപ്പെടുത്തണം. അവന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വിദ്യ അറിഞ്ഞിരുന്നില്ല. കള്ളത്തരം കൊണ്ട് അവനെ കീഴ്പ്പെടുത്തി. അപ്പൊ അതാണ് ക്രൂര വ്യവഹാരം. സമൂഹത്തിന് ക്രൂരമായ വ്യവഹാരം. മഹാരഥികള് ചെയ്യണ അസത്യത്തിന്റെ മാർഗത്തിൽ നടന്നിട്ട് ഒരു അധർമ്മം നടപ്പിലാക്കുന്നു സമൂഹത്തില്. അപ്പൊ ഇതാണ് നമ്മുടെ കവിതയുടെ ആശയം. ഇതില് എന്തിന്റെ പ്രതീകമാണ് ഈ കവിത? ലഘുമാനവ്. പിന്നെ മഹാരഥികൾ ഏതിന്റെ പ്രതീകമാണ്? അധർമ്മത്തിന്റെ, അസത്യത്തിന്റെ. പിന്നെ ലോഹലീന പറഞ്ഞാല് സാമ്ന, കർണ. പിന്നെ അക്കേലി നിഹത്തി ആവാജ് ഏതിനെ സൂചിപ്പിക്കുന്നു? അഭിമന്യുവിനെ. അഭിമന്യു കിസ്ക പ്രതീക് ഹെ? സച്ചായി കാ. മഹാരഥി കിസ്ക പ്രതീക് ഹെ? മഹാരഥി ഏതിന്റെ പ്രതീകമാണ്? അധർമ്മത്തിന്റെ. ചക്രവ്യൂഹ് എന്തിന്റെ പ്രതീകമാണ്? കഠിനായ ബുദ്ധിമുട്ടുകൾ, നമ്മൾ സമൂഹത്തിൽ നേരിടുന്ന പല ബുദ്ധിമുട്ടുകളും. ഇവിടെ ചക്രവ്യൂഹിൽ പെടുന്ന പറഞ്ഞാല് ശൂലിൽ പെട്ട പോലെ. അതാണ് ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിൽ എങ്ങനെയാണ് മനുഷ്യന് വലിയ വലിയ മഹാരഥികള്, ശക്തിശാലിയുമായ മഹാരഥികളുടെ ഇടയില് സാധാ ജനങ്ങള് അടിച്ചമർത്തപ്പെടുന്നത്. അശ്രോഹിണി സേന കിസ്ക പ്രതിനിധിത്വ കർത്താ ഹെ? അത് ക്രൂരമായ വ്യവഹാർ കർണെ വാലെ. ക്രൂരമായ വ്യവഹാരം പറഞ്ഞാല് അവര് ബിഹേവിയർ ക്രൂരമായ മഹാരഥികൾ എങ്ങനെയാണ് സമൂഹത്തില് പാവപ്പെട്ട സമൂഹത്തിനെ അടിച്ചമർത്തണത്. അതാണ് ഈ കവിതയിലെ ആശയം. टूटा पहिया. मैं रथ का टूटा पहिया हूँ लेकिन मुझे फेंको मत. क्या जाने कब इस दुरूह चक्रव्यूह में अश्रूही सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेले निहती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे. तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. मैं रथ का टूटा हुआ पहिया हूँ लेकिन मुझे फेंको मत. इतिहासों की सामूहिक गति साहस झूठी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले. धर्मवीर ഭാരതി. അപ്പൊ അത് എഴുതിയത് ആരാണ്? ധർമ്മവീർ ഭാരതി. ഇതിന്റെ ആശയം എന്താണ്? സാധാ ജനങ്ങളെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഈ വലിയ വലിയ ശക്തികളെ നമുക്ക് ഇല്ലാതെ ആക്കാൻ പറ്റും. മഹാരഥികള് കള്ളത്തരത്തോണ്ട് ഈ സമൂഹത്തിനെ ചൂഷണം ചെയ്യണവരെ നമുക്ക് അടിച്ചമർത്താം, അവരെ ഇല്ലാതെ ആക്കാൻ പറ്റും.